ഇടയ്ക്കൽ രാജ്യം ഭരിച്ച രാജാവായിരുന്നു ജോർദാർ. അദ്ദേഹം വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ പ്രജകളാരും തന്നെ ബുദ്ധിമുട്ടാനോ ദുഃഖിക്കാനോ പാടില്ല എന്ന ഉറച്ച തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രജകളുടെ ക്ഷേമവും ജീവിത ചുറ്റുപാടും അദ്ദേഹം ദിനംപ്രതി പരിശോധിക്കുമായിരുന്നു. മുഖം മറച്ച് വേഷം മാറി ഒരു സാധാരണക്കാരനായി ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും രാത്രികാലങ്ങളിൽ ഗ്രാമീണ വീഥിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന രാജാവ് പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തിയിരുന്നു. രാജാവിന് തൻ്റെ മാതാവിനോട് അത്രയേറെ സ്നേഹമായിരുന്നു. ഭരണകാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുന്ന അദ്ദേഹത്തെ പ്രജകൾക്കെന്നും ബഹുമാനമായിരുന്നു. അദ്ദേഹം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ധാരാളം സേവനങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം വിവാഹപ്രായമായിട്ടും വിവാഹം കഴിക്കാത്തതിൽ മാതാവിനും കൊട്ടാരവാസികൾക്കും ജനങ്ങൾക്കും ദുഃഖമുണ്ടായിരുന്നു. അടുത്ത രാജ്യങ്ങളിലൊന്നും തന്നെ തൻ്റെ മനസ്സിനിണങ്ങിയ രാജകുമാരിയെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരിക്കലൊരു ദിവസം രാജാവ് വേഷം മാറി രാത്രി ഗ്രാമത്തിലെ വീടുകളുടെ മുന്നിലൂടെ സഞ്ചരിക്കവേ ഒരു വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മനോഹരമായ പാട്ട് കേൾക്കാനിടയായി. രാജാവ് കുറച്ചു സമയം പെൺകുട്ടി പാടുന്നത് ശ്രദ്ധിച്ചു. അതിമനോഹരമായ ശബ്ദത്തിൽ മതിമറന്ന രാജാവ് അവളുടെ പാട്ട് തീരുന്നതുവരെ കാതോർത്തു നിന്നു. അത്രമേൽ മനോഹരമായിരുന്നു അവളുടെ ശബ്ദം. പാട്ടുപാടിക്കഴിഞ്ഞ് പിന്നീട് അവളുടെ ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ രാജാവ് വീണ്ടും തൻ്റെ നടത്തം തുടർന്നു. എന്നാൽ പിറ്റേ ദിവസവും ആ വഴി വന്നപ്പോൾ അവളുടെ മനോഹരമായ സംഗീതം വീണ്ടും കേൾക്കാനിടയായി. ഇത്തവണ രാജാവ് ആരാണ് പാടുന്നതെന്നറിയാൻ ജനാല വഴി പതിയെ നോക്കി. അത് സുന്ദരിയായ ഒരു പെൺകുട്ടി. അവളെ കണ്ടതും രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നു നിന്നുപോയി. രാജാവിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ മാത്രം എന്തോ ഒരു പ്രത്യേകത അവളുടെ മധുരമായ സംഗീതത്തിനും സൗന്ദര്യത്തിനുമുണ്ടായിരുന്നു. രാജാവ് അവളെ അറിയാതെ നോക്കി നിന്നു. അവൾ എന്തോ ജോലിയിലാണ്. ജോലിയുടെ കാഠിന്യം കുറയ്ക്കുവാനാണ് പാട്ടു പാടുന്നതെന്ന് രാജാവിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. രാജാവ് അവിടെ നിന്നും മുന്നോട്ട് നടന്നു. പോകുന്ന വഴിയിൽ രാജാവ് അവളെപ്പറ്റി ഓർക്കുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിലേക്കെത്തിയ രാജാവ് മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. മകൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആരാണെന്നറിയാൻ മാതാവിനും ആകാംക്ഷയായി. എന്നാലും അയൽ രാജ്യങ്ങളിലെ സുന്ദരിയായ പെൺകുട്ടിമാരിൽ ഇല്ലാത്ത എന്തു പ്രത്യേകതയാണ് എൻ്റെ മകന് ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയിൽ കണ്ടതെന്ന് മാതാവ് രാജാവിനോട് ചോദിക്കുന്നുണ്ട്. രാജാവ് മറുപടി പറഞ്ഞു, അവളുടെ മനോഹരമായ സംഗീതവും അതിനേക്കാൾ മനോഹരമായ സൗന്ദര്യവും എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി. നമുക്ക് നാളെ കൊട്ടാരത്തിലേക്ക് അവിടുത്തുകാരെ വിളിപ്പിക്കാം. ആരാണാ പെൺകുട്ടിയെന്ന് ഉമ്മയ്ക്കും കാണാമല്ലോ, മാതാവ് പറഞ്ഞു. ശരിയെന്ന് ജോർദാർ മറുപടി പറഞ്ഞു. നേരം പുലരാൻ രാജാവ് കാത്തിരുന്നു. നേരം പുലർന്നതും തൻ്റെ അനുയായികളെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവളുടെ വീട്ടിലേക്കെത്തിയ ഭടന്മാർ രാജകൽപ്പന പ്രകാരം കുടുംബാംഗങ്ങൾ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് എത്തുവാൻ പറഞ്ഞു. വേഗം തന്നെ ഭടന്മാരോടൊപ്പം അവർ പുറപ്പെട്ടു. മെഹർ എന്നായിരുന്നു അവളുടെ പേര്. അവളും അവളുടെ ഉപ്പയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മെഹറിൻ്റെ ചെറുപ്പം മുതലേ ഉമ്മ മരണപ്പെട്ടിരുന്നു. മെഹറിൻ്റെ ഉപ്പ ഒരു വസ്ത്രവ്യാപാരിയായിരുന്നു. മെഹറിന് ചെറിയ തുന്നൽ പണികളൊക്കെ അറിയാം. ഒഴിവുവേളകളിൽ അവൾ ഉപ്പയെ സഹായിക്കുമായിരുന്നു. അങ്ങനെ തുണികൾ തുന്നുന്നതിനിടയിലാണ് അവൾ മനോഹരമായി പാടുന്നത്. രാജാവിൻ്റെ അറിയിപ്പ് പ്രകാരം മെഹറിനും ഉപ്പയും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി ഉപ്പയും മകളും ആശങ്കയിലായിരുന്നു. എന്തിനാകും രാജാവ് കൊട്ടാരത്തിലേക്ക് എത്താൻ പറഞ്ഞതെന്ന് ആലോചിച്ച് അവർ ഭടന്മാരോട് വിവരങ്ങൾ തിരക്കി. എന്നാൽ ഫലമൊന്നും ഉണ്ടായില്ല. അവർക്കതിനെപ്പറ്റി അറിവില്ലെന്ന് കേട്ട് മെഹറിനും ഉപ്പയ്ക്കും അവരുടെ ആശങ്ക വർദ്ധിച്ചു. കൊട്ടാരത്തിലേക്ക് എത്തി അവർ നേരെ രാജാവിൻ്റെ മുന്നിലേക്കെത്തി. മെഹറിനെ കണ്ടതും രാജാവ് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. വേഗം തന്നെ അവിടേക്ക് മാതാവും കടന്നു വന്നു. മെഹറിനെ ആദ്യ കാഴ്ചയിൽ ജോർദാറിൻ്റെ മാതാവിനും ഇഷ്ടമായി. അവളുടെ സൗന്ദര്യം ആരെയും മോഹിപ്പിക്കുന്നതാണ്. മാതാവ് മെഹറിൻ്റെ ഉപ്പയോട് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ മകനായ ജോർദാറിന് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവളുടെ മനോഹരമായ സംഗീതവും സൗന്ദര്യവും രാജാവായ എൻ്റെ മകൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. രാജമാതാവിൻ്റെ വാക്കുകൾ കേട്ട് മെഹറിൻ നാണം കൊണ്ട് തലകുനിച്ചു. മെഹറിൻ്റെ ഉപ്പയ്ക്ക് താൻ സ്വപ്നം കാണുവാണോ എന്ന് തോന്നിപ്പോയി. സന്തോഷം കണ്ട് മെഹറിൻ്റെ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ചെറുപ്പം മുതലേ ഉമ്മയില്ലാതെ വളർന്ന കുട്ടിയായി എൻ്റെ മോള്. അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമായി രാജമാതാവ് പറഞ്ഞത്. എനിക്ക് എൻ്റെ മകളെ രാജാവിന് വിവാഹം കഴിച്ചു നൽകാൻ സമ്മതമാണ്. രാജാവിന് സന്തോഷമായി. മെഹറിനാകെ നാണവും ലജ്ജയും തോന്നി. അവൾ പതിയെ ഉപ്പയുടെ പിന്നിലേക്ക് മറഞ്ഞു നിന്നു. രാജമാതാവ് പറഞ്ഞു, ഇപ്പോൾ ഈ വിവരങ്ങളൊന്നും മറ്റാരും അറിയണ്ട. വിവാഹ തീയതി നിശ്ചയിച്ചതിനു ശേഷം വിവാഹത്തിൻ്റെ ഏർപ്പാടുകൾ നടത്താം. ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ. യാത്ര പറഞ്ഞ് മെഹറിനും ഉപ്പയും രാജകൊട്ടാരം വിട്ടുപോയി. രാജാവ് അവളെ തന്നെ നോക്കി നിന്നു. അത്രമേൽ രാജാവിൻ്റെ മനസ്സ് മെഹറിന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. രാജാവ് പതിവ് പോലെ ഗ്രാമവീഥിയിലൂടെ വേഷം മാറി നടക്കവേ മെഹറിൻ്റെ വീടിന് മുന്നിലേക്കെത്തി. ജനാലയിലൂടെ ഉള്ളിലേക്ക് അവളെ ജോർദാർ നോക്കുന്നുണ്ട്.
പെട്ടെന്നാണ് മെഹറിൻ അവിടേക്ക് വരുന്നത്. അവളെ കണ്ട് രാജാവ് നോക്കി നിന്നു. അപ്പോഴാണ് രാജാവിൻ്റെ മുഖം മറച്ചിരുന്ന തുണി താഴേക്ക് വീഴുന്നത്. മെഹറിൻ പെട്ടെന്ന് ജനാലയിലേക്ക് നോക്കിയതും രാജാവിൻ്റെ മുഖം കണ്ടവൾ ഞെട്ടിപ്പോയി. ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ രാജാവ് തൻ്റെ ജനാലയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അവൾക്ക് അതിശയം തോന്നി. രാജാവിൻ്റെ വേഷം കണ്ടവൾ അതിശയിച്ചു നിന്നു. ജോർദാർ അവളെ അരികിലേക്ക് വിളിച്ചു. അവൾ നാണത്തോടെ ജനാലയ്ക്ക് അരികിലേക്ക് ചെന്നു. പെട്ടെന്നാണ് ആരോ വരുന്നത് കണ്ട് രാജാവ് മുഖം മറച്ച് വേഗം തന്നെ അവിടെ നിന്നും കടന്നുപോയി. മെഹറിൻ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. പിറ്റേ ദിവസവും മെഹറിൻ ജോർദാറിനെ കാത്തിരുന്നു. ചിലപ്പോൾ ഇന്നലെ കണ്ട പോലെ വീണ്ടും കണ്ടാലോ എന്നോർത്ത് അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. അതേസമയം രാജാവ് അവിടേക്ക് വന്നു. തന്നെ കാത്തു നിൽക്കുന്ന മെഹറിനെ കണ്ട് ജോർദാറിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവളുടെ അടുത്തേക്ക് വന്ന് ജോർദാർ അവളെ നോക്കി ചോദിച്ചു, മെഹറിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് അവൾ നാണത്തോടെ മറുപടി പറഞ്ഞു. എനിക്കും മെഹറിനെ കണ്ടതു മുതൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. രാജാവിൻ്റെ പ്രണയം നിറഞ്ഞ വാക്കുകളിൽ അവൾക്കും തിരിച്ചും പ്രണയം തോന്നി. ഇരുവരും പരസ്പരം നോക്കി നിന്നു. എത്രയും പെട്ടെന്ന് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ നടത്താൻ രാജമാതാവ് തീരുമാനിച്ചു. തീയതി അറിയിച്ചു. വിളംബരം നടത്തി. നാട്ടിലാകെ രാജാവിൻ്റെ വധു മെഹറിനാണെന്നറിഞ്ഞ് നാട്ടുകാർ ഞെട്ടി. രാജാവ് വിവാഹം കഴിക്കുന്നതിലും തൻ്റെ നാട്ടിലെ സാധാരണക്കാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിലും നാട്ടുകാർക്ക് സന്തോഷമായിരുന്നു. വിവാഹം ഉടൻ നടത്താൻ തീരുമാനിച്ചു. മെഹറിനായി പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കൊട്ടാരത്തിൽ നിന്നും ഏർപ്പാടാക്കി. വിവാഹമെത്തി. രാജാവിനും മെഹറിനും അത്രമേൽ സന്തോഷമായിരുന്നു. വിവാഹ ദിവസം അതിമനോഹരിയായി അണിഞ്ഞൊരുങ്ങിയ അവളെ കണ്ട് എല്ലാവരും കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. രാജാവിന് ചേരുന്ന പെൺകുട്ടിയാണ് മെഹറിനെന്ന് കണ്ടവർ പുകഴ്ത്തി. മെഹറിൻ്റെ ഉപ്പ വിവാഹം കണ്ട് സന്തോഷം കൊണ്ട് കണ്ണുകൾ തുടച്ചു. മെഹറിൻ്റെ സൗന്ദര്യത്തിൽ രാജാവ് മതിമറന്നു നിന്നു. അവളെ സ്വന്തമാക്കിയ സന്തോഷത്തിൽ രാജാവ് അവളെ ചേർത്തു പിടിച്ചു. മെഹറിൻ അങ്ങനെ രാജാവിൻ്റെ പ്രിയപ്പെട്ടവളായി മാറി. ആ രാജ്യത്തിൻ്റെയും